ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അലവലാതി കൊച്ചമ്മണി രുക്മിണിക്ക് കൊടുത്ത ആ ഐഡിയ ഉണ്ടല്ലോ, അത് വർക്കൗട്ടായ എൻ്റെ സന്തോഷത്തിൽ രുക്മിണി വിളിച്ചിരുത്തി കൊച്ചമ്മണിക്ക് പാർട്ടി നടത്തുക. ഒരു പാത്രം നിറച്ച് മധുരപലഹാരങ്ങൾ ഇങ്ങനെ കൊച്ചമ്മണിയുടെ മുന്നിൽ വെച്ചു കൊടുത്തിരിക്കുക. കൊച്ചമ്മണി പറയും, എന്തുവാ രുക്മിണി, ഇതെല്ലാം കൂടെ കഴിച്ച് ഞാൻ ഷുഗർ പിടിക്കാനോ? അയ്യോ എൻ്റെ മുണ്ടയ്ക്കലമ്മ എന്നോട് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഞാനിത് നന്ദി കാണിക്കുന്നതാ. ഈ കൊച്ചമ്മണി അങ്ങനെയാ രുക്മിണി, ആത്മാർത്ഥതയുണ്ടല്ലോ, അത് ഞാൻ അല്പം പോലും മണ്ണെണ്ണ കലർത്താറില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ അങ്ങ് സംഭാവനയായിട്ട് കൊടുക്കും. അങ്ങനെയാ രുക്മിണി ഞാൻ ആ ഓട്ടംതുള്ളലുകാരനെ കെട്ടിയത്. എന്നാലും എൻ്റെ മുണ്ടയ്ക്കലമ്മയെ രാധമ്മയോട് ഇത്രയധികം ശത്രുത മുണ്ടയ്ക്കലമ്മയ്ക്കുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നന്ദി കെട്ട കൊച്ചമ്മണി പറയുക, രാധമ്മയോ അവളെ ഇടിച്ചൊരു പടവലാതി കഷായം ഉണ്ടാക്കി എനിക്കിങ്ങോട്ട് തന്നാലേ ഞാനൊരൊറ്റ വലിക്കങ്ങോട്ടം കുടിക്കും. രാധമ്മയെക്കാളും കടുപ്പുക അവളുടെ മരുമോള കൃതിക. അവളുടെ കുണുങ്ങിയുള്ള ആ നടത്തം കാണുമ്പോൾ എൻ്റെ പെരുവരൽ വല്ല ഉച്ചന്തല വരെ അങ്ങോട്ട് ഉഷ്ണസഞ്ചാരം വരും. അയ്യോ, അത് പ്രഷറോ ഷുഗറോ മറ്റോ ആണോ മുണ്ടയ്ക്കലമ്മ? അതൊന്നുമല്ല, എനിക്ക് അവളോടുള്ള അരിശവാ. ദാണ്ട ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം രുക്മിണിയോട് പറയാം. പതുക്കെ പിടിച്ച് രുക്മിണി അങ്ങ് മുകളിലോട്ട് കയറണം. ഇലക്ഷനാ വരാൻ പോകുന്നത്. ആ പ്രതാപവർമ്മയെ മോളെ ഒരു പാഠം പഠിപ്പിക്കണം. അവരെ അങ്ങനെ വട്ടത്തിലിട്ട് കറക്കിയിട്ട് ഇഞ്ഞാ പാടിപ്പിക്കണം. അതൊക്കെ ഞാൻ ഏറ്റുമുണ്ടയ്ക്കലമ്മേ. അവളെയും ആ ഉടങ്കല്ലി രാധമ്മയും ആ വേണുവിനെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ രുക്മിണി എൻ്റെ മരുമോളെ അങ്ങ് വിട്ടുകളഞ്ഞത്? അവളെയും വിടരുത്, അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ആരെ? പ്രിയയോ? പ്രിയയല്ല, അവള് ഡാർലിങ്ങാ. എല്ലാവിധ സഹായത്തിനും രുക്മിണിയോടൊപ്പം ഞാനും ഉണ്ടാവും. ഞാനായിട്ട് അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതേ അവരെ പറ്റിച്ച് ജീവിക്കാനും ഒന്നും അല്ല. അവർക്കിട്ട് നല്ല പണി കൊടുക്കണം എനിക്ക്. അതെനിക്ക് അറിയാം മുണ്ടയ്ക്കലമ്മേ. എന്നാലിനി ഞാൻ ഇറങ്ങട്ടെ രുക്മിണി. അയ്യോ മുണ്ടയ്ക്കലമ്മ, ഇതൊന്നും കഴിച്ചില്ലല്ലോ. സ്വീറ്റ്സ് ഒക്കെ തന്നെ പൊതിഞ്ഞെടുക്ക്. അയ്യോ അതൊന്നും വേണ്ട. ഞാൻ ഈ അറബി നാട്ടിലായപ്പോൾ പിന്നെ അറബി ഭക്ഷണമൊക്കെ എനിക്കിഷ്ടം. ബദാമും പറങ്ങേണ്ടിയും വാൽനട്ട്, അത്തിപ്പഴം, ഉണക്കമുന്തിരി, ഡേറ്റ്സ് അങ്ങനെയൊക്കെ കഴിക്കും. അയ്യോ മതി എൻ്റെ മുണ്ടയ്ക്കലമ്മ ഇപ്പം തനി ഗൾഫുകാരിയായി. രുക്മിണിയോട് ഞാനൊരു കാര്യം പറയാം. ഗൾഫിൽ എൻ്റെ പേരെന്താണെന്നറിയോ? അൽ അമീൻ മൻസൂരി. ഈ അമ്മിണിയുടെ ചുരുക്കപ്പേര അമീൻ. കൊച്ചമ്മണി എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് രുക്മിണിയോട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ രുക്മിണി സത്യം പറയുമോ? ആ ശ്രീലക്ഷ്മിയുടെ കൊച്ചിനെ ഇല്ലാതാക്കിയത് രുക്മിണി അല്ലയോ? എന്ത് പറയണമെന്നറിയാം രുക്മിണി ഇങ്ങനെ കണ്ണും തുറച്ചിരിക്കുക. പറ രുക്മിണി, എന്നോട് പറ. ആ സമയത്ത് ശ്രീലക്ഷ്മി ഒരു ഫോണും പിടിച്ചോണ്ട് രുക്മിണിയുടെ അടുത്തിട്ട് വരും. അമ്മയ്ക്ക് താണ്ടൊരു ഫോൺ. ആരാ മോളെ? അതാ അനന്തംപിള്ളയാ. ശ്രീലക്ഷ്മിക്കാണെങ്കിൽ കൊച്ചമ്മണിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കൊച്ചമ്മണിയെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ശ്രീലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് കൊച്ചമ്മണി. മോളെ അവിടെ നിന്ന് നിന്നേ, മോടെ ഭർത്താവ് സുധീഷ് എവിടെ പോയതാ? എൻ്റെ ഭർത്താവിൻ്റെ പേര് സുധീഷ് എന്നൊന്നും അല്ല, ഹരീഷ് എന്നാ. എന്നാൽ അവൻ എവിടെ പോയി? അത് പുറത്തോട്ട് പോയിരിക്കെ. എന്തിനാ നിങ്ങളിതൊക്കെ ചോദിക്കുന്നത്? അനന്തംപിള്ളയാണല്ലോ രുക്മിണിയെ വിളിച്ചത്. അയാൾ എന്തിനായിരിക്കും രുക്മിണിയെ വിളിച്ചത്? കൊച്ചമ്മണി അവിടെ നിന്ന് ആലോചിക്കുക. എന്താണെന്നറിയില്ല. രുക്മിണിയും ഹരീഷും ശ്രീലക്ഷ്മിയും ഒരുങ്ങി അനന്തംപിള്ളയുടെ അടുത്ത് വന്നിരിക്കുവാണ്. അനന്തംപിള്ള രുക്മിണിയോട് പറയാ, തേണ്ട കളക്ടറുടെ മുന്നിലുണ്ടല്ലോ, തകർത്തങ്ങ് അഭിനയിച്ചോണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതൊന്നുമില്ലല്ലോ. കരഞ്ഞ് വേണമെങ്കിൽ അങ്ങ് ബോധം കെട്ട് വീണു. അപ്പോഴെല്ലാവരും കൂടെ കളക്ടർ ഓഫീസിൽ വന്നിരിക്കുക. കളക്ടർ ഓഫീസിൽ അനന്തംപിള്ളയുടെ സിങ്കിടി ഒരുത്തി ഉണ്ടല്ലോ, അവളങ്ങോട്ട് വന്ന് അവരെ കാണുന്നുണ്ട്. എന്താ എല്ലാവരും വന്നത്? ഇവർക്ക് കളക്ടറെ ഒന്ന് കാണണം, അതിനുവേണ്ടി വന്നതാ. എന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ കളക്ടറോടൊന്ന് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അകത്തോട്ട് പോവുകയാണ്. മാഡം, അനന്തംപിള്ള സാറും മറ്റുള്ളവരും കാണാൻ വന്നിട്ടുണ്ട്, അതിനെന്താ വരാൻ പറയൂ. അങ്ങനെ കളക്ടർ ശാലിനി പറഞ്ഞതനുസരിച്ച് അവൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അകത്തോട്ട് ചെല്ലാൻ. അങ്ങനെ അനന്തംപിള്ളയും ഹരീഷും രുക്മിണിയും ശ്രീലക്ഷ്മിയും കൂടെ കളക്ടറെ കാണാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. അനന്തംപിള്ള ഒരു വൻപിച്ച പ്രകടനം അങ്ങോട്ട് കാഴ്ചവെക്കുവാണ് ശാലിനിയുടെ മുന്നിൽ. ഓരോ കാരണം പറഞ്ഞ് കയറി ഇറങ്ങണ്ടാണെന്ന് വിചാരിച്ചാലും ഇവരുണ്ടല്ലോ പഞ്ചപാവങ്ങളും നിരപരാധികളും ആയതുകൊണ്ട് ഇവരുടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് മേഡത്തിൻ്റെ മുന്നിൽ പറയാതിരിക്കാനും വയ്യ. അപ്പോഴേ തന്നെ രുക്മിണി അഭിനയം തുടങ്ങി 2 കൈയും കൂപ്പി ഇങ്ങനെ നിൽക്കുവാണ്. നിന്ന് മുഷിയണ്ടെന്ന് കരുതിയിട്ടാവും ശാലിനി പറയുന്നുണ്ട്, സാർ ഇരിക്കൂ. അങ്ങനെ ചെയർ നീക്കിയിട്ട് അനന്തംപിള്ള ഇരിക്കുവാണ്. ശാലിനി ചോദിക്കുന്നു, എന്താണ് ഇവരുടെ പ്രശ്നം? മോനെ ഹരീഷേ, ആ പരാതി താണ്ടി ഈ മേഡത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്ക്. മേഡത്തിന് ഞാൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇത് രുക്മിണിയുടെ മകൻ ഹരീഷ്, ഇത് ഹരീഷിൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി. ശരി, നിങ്ങൾ കൊണ്ടുവന്ന ഈ പരാതി ഞാനൊന്ന് പരിശോധിക്കട്ടെ. അത് വായിച്ചിട്ട് ശാലിനി പറഞ്ഞു, ഭീഷണിപ്പെടുത്തി വസ്തുവും വീടും കൈക്കലാക്കിയെന്നോ? രുക്മിണി ആക്ടിങ് തുടങ്ങിക്കഴിഞ്ഞു. കരഞ്ഞുകൊണ്ട് പറയാം, അതേ മേഡം, വളരെ കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ മോളും താമസിക്കാൻ വേണ്ടി മേടിച്ചതാ. അതാ വർമ്മ സാറ് റൗഡിത്തരം കാണിച്ച് തട്ടിയെടുത്തു കളഞ്ഞു. അല്ല, ഈ വീടും പറമ്പും ഒക്കെ അങ്ങനെ തട്ടിയെടുക്കാൻ പറ്റുമോ? ഇതിനാധാരം വേണ്ടേ? രജിസ്ട്രേഷൻ നടക്കണ്ടേ?
ഉടനെ ഹരീഷ് പറയാം, മേഡം, ഈ വർമ്മസാറിന്റെ മരുമകനും കുടുംബവും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 10-20 കൊല്ലമായിട്ട് അവരവിടെയായിരുന്നു താമസം. അടുത്തായിട്ട് ശ്രീലക്ഷ്മിയുടെ വക ആക്ടിങ്. വർമ്മസാറിന്റെ മരുമകൻ രാജുവിന്റെ പെങ്ങളാ ഞാൻ. ഞങ്ങൾ അവരോട് ആ വാടക വീട് ഒഴിയണമെന്ന് 1000 വട്ടം പറഞ്ഞതാ. ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭാസ്കരൻ എന്നൊരാൾക്ക് വിറ്റു. എന്നിട്ട് അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഹരീഷ് പറയുക. ഭാസ്കരന്റെ നേരെ പ്രതാപൻ തോക്ക് ചൂണ്ടിയതും അയാളെ ഉപദ്രവിച്ചതുമൊക്കെ കഥ ഇങ്ങനെ പറയുവാണ്. അങ്ങനെയാണ് ആ വസ്തുവും സ്ഥലവും സ്വന്തമാക്കിയത്. അതൊക്കെ കേട്ടിട്ട് ശാലിനി പറയാം, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന ആളല്ലേ, ഒരു മന്ത്രിയായിരുന്ന ആളല്ലേ. അനന്തൻപിള്ള പറയാം, മന്ത്രിയൊന്നും അല്ല മേഡം, അയാളൊരു മാടമ്പിയ. അടിയാന്മാരെ തെങ്ങെ പിടിച്ച് കെട്ടിയിട്ട് ഉടയാന്മാർ തല്ലി തല്ലി പൊട്ടിച്ചിരിക്കുന്ന 18-ാം നൂറ്റാണ്ടിലെ ആ ഇരുണ്ട കാലമില്ലേ, ആ കാലഘട്ടത്തിലെ ഒരു ജന്മിയുടെ അനന്തരാവകാശിയാ ഈ പ്രതാപവർമ്മ. അവനെയൊക്കെയാണ് ജനങ്ങൾ വാഴ്ത്തുന്നതും പൂജിക്കുന്നതും. നാണ്ട രുക്മിണി വീണ്ടും ആക്ടിങ് തുടങ്ങി. പാവങ്ങളോട് ഇങ്ങനെയുള്ള അതിക്രമം കാണിക്കാവോ മേഡം? ആ കുടുംബത്തിൽ നിന്ന് ഈ പാവപ്പെട്ട കുഞ്ഞിനെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. ആ കുടുംബത്തിൽ ആകപ്പാടെ ഒരു മനുഷ്യപ്പറ്റുള്ള ഒരേ ഒരു സന്തതി ഇവൾ മാത്രമാ. ഈ കുഞ്ഞ് ഗർഭിണിയായപ്പോൾ വളകാപ്പെന്നും പറഞ്ഞൊരു ചടങ്ങുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി ഒരു ഫംഗ്ഷനും അവർ നടത്തി. അന്ന് അവിടെ ഈ വർമ്മസാറും ഉണ്ടായിരുന്നു. ഈ മോളുടെ അമ്മ രാധമ്മ ഉണ്ണിയപ്പത്തിൽ കെമിക്കൽ ചേർത്ത് ഈ മോക്ക് കൊടുത്തു. അങ്ങനെ എൻ്റെ ഈ മോടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്നു കളഞ്ഞു മേഡം എന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുവാണ് കള്ളി രുക്മിണി. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനാകാതെ കളക്ടർ ശാലിനി അനന്തൻപിള്ളയോട് ചോദിക്കുക, ഇതൊക്കെ എന്താ അനന്തൻപിള്ള സാറേ ഞാനീ കേൾക്കുന്നത്? എൻ്റെ മേഡം കേൾക്കുന്നതൊക്കെ നഗ്നമായ സത്യമാണ്. പ്രതാപവർമ്മയുടെ ക്രൂരകൃത്യങ്ങൾ. കരഞ്ഞുകൊണ്ട് 2 കൈയും എടുത്ത് തൊഴുതിട്ട് രുക്മിണി പറയുക, ഈ പാവങ്ങളായ ഞങ്ങളെ രക്ഷിക്കണേ മേഡം. അനന്തൻപിള്ളയുടെ വക ശുപാർശ. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു നടപടി ഇതിനെടുക്കണം മേഡം. ഇത് എൻ്റെ കൂടി ഒരു റിക്വസ്റ്റാ. അതിനെന്താ, പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ ശാലിനി പറയുക. അത് കേട്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും കൈകൂപ്പി തൊഴുതിട്ട് പോവുകയാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ പവിത്ര സിസ്റ്ററിൻ്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക. ആ സിസ്റ്ററിനെ വിളിക്കണോ, അവർക്ക് വല്ലതും തോന്നുമോ, എന്തോ അവരോട് സംസാരിക്കണമെന്ന് തോന്നുക. എന്തോ ഒരു ഉൾപ്രേരണ, അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. രാജു ഋതിയെ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. രാജു പറയുക, ഇത് പ്രശ്നമാകുമെന്ന് ഋതു തോന്നുന്നത്. രാജു, എന്നാൽ അമ്മയെ വിളിച്ചൊരു വാണിംഗ് കൊടുത്താലോ? അതാ നല്ലത്. അങ്ങനെ ഋതിയ പത്മാവതിയെ വിളിക്കുക. അമ്മേ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അയ്യോ, എന്താ മോളെ? അമ്മേ, ചെറിയച്ഛനോടെ അച്ഛൻ അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അമ്മയെ വിളിക്കും. അയ്യോ മോളെ, ഞാൻ എന്താ പറയണ്ടേ? ഞാനിനി എന്തു ചെയ്യും? എന്തായാലും സിസ്റ്റർ പവിത്രയെ വിളിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് പ്രതാപൻ വിളിക്കുന്നുണ്ട്. പത്മാവതി ആ കോൾ കണ്ടിട്ട്, അയ്യോ മോളെ, പ്രതാപേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാനിനി എന്താ ചെയ്യണ്ടേ? അയ്യോ മോളെ, നീ ഫോൺ കട്ട് ചെയ്യല്ലേ. പ്രതാപൻ പവിത്രയെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പ്രതാപൻ്റെ ഫോണിലോട്ട് മറ്റൊരു കോൾ വരുന്നുണ്ട്. ഇതേതാ വേറൊരു നമ്പർ? അപ്പോൾ പ്രതാപന് വന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാറേ, ഇത് പ്രതാപവർമ്മ സാറല്ലേ? അതെ, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞിട്ട് വിളിക്കുക. സാറിനെ കളക്ടർക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. എപ്പോൾ വരണം? ഉടനെ തന്നെ വന്ന് കണ്ടാൽ അത്രയും നല്ലത്. അതിനെന്താ, ശരി ഞാൻ വരാം എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. മോളെ, ഞാൻ എടുക്കാത്തത് കൊണ്ടായിരിക്കും അച്ഛൻ്റെ ഫോൺ കട്ടായി. എന്താ, അമ്മയ്ക്ക് പേടിയാണ്? പേടിയാ മോളെ. എന്നാലൊരു കാര്യം ചെയ്യും, അച്ഛൻ്റെ നമ്പർ അമ്മ അങ്ങ് ബ്ലോക്ക് ചെയ്തേരെ. അപ്പോൾ പ്രശ്നം തീരുമല്ലോ. എന്നാലും തൽക്കാലമല്ലേ പ്രശ്നം തീരത്തുള്ളൂ മോളെ. ഇനി പ്രതാപേട്ടനെ ചികിത്സിക്കാൻ വന്നത് ഞാനോ മറ്റോ ആണെന്ന് പ്രതാപേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമോ മോളെ? അത് അമ്പിയോട് ചോദിച്ചാലെല്ലാം മനസ്സിലാവും. അമ്മ ടെൻഷനാകാതെ, ഞാനും രാജു കൂടെ അങ്ങോട്ട് വരാം. അങ്ങനെ പ്രതാപവർമ്മ കളക്ടർ ശാലിനിയെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ശാലിനിയുടെ അടുത്തോട്ട് വരുവാണ്. പ്രതാപനോട് ശാലിനി ഇരിക്കാനും പറയുന്നുണ്ട്. സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെടാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. മേഡം ഒറ്റപ്പാല സബ് കളക്ടറോ മറ്റോ ആയിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സാർ എന്നെ കണ്ടിരിക്കാം, പക്ഷെ ഞാൻ സാറിനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. അതിരിക്കട്ടെ, എന്നെ വിളിപ്പിച്ചതെന്താ? അങ്ങ് വളരെ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് ഇരുന്നത്, അതുകൊണ്ട് അങ്ങേക്ക് എല്ലാ നിയമവശങ്ങളും അറിയാം. ഞാൻ സാറിനെ വിളിപ്പിച്ചത് സാറിന് അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം പറയാൻ. അതിനെന്താ, പറഞ്ഞോളൂ. ഞാനും അത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പൊളിറ്റിക്സ് അല്ലേ സാറേ? IASകാർക്ക് അറിയാത്ത എന്ത് പൊളിറ്റിക്സാ ഉള്ളത്? പൊളിറ്റീഷ്യൻസ് പ്രധാനമായും 2 തരക്കാരാ. ഒന്ന് പ്രതിബദ്ധതയുള്ളവരും, ഒന്ന് പൊളിറ്റിക്സ് ബിസിനസ് ആക്കിയവരും. സാറേ, ഈ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ സാറിനെ വിളിപ്പിച്ചത്.
അതെനിക്ക് മനസ്സിലായി. സുഖകരമല്ലാത്ത എന്തോ ഒരു കാര്യം പറയാനാണല്ലോ. എന്തായാലും കേൾക്കട്ടെ. അപ്പോൾ ശാലിനി പറയാം. എനിക്ക് സാറിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രുക്മിണി എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയുടെ വീടും പറമ്പും സാറ് ബലമായി കൈവശപ്പെടുത്തി സാറിന്റെ മരുമകന്റെ അമ്മയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്നാണ് കംപ്ലൈന്റ്. ഈ കംപ്ലൈന്റ് തന്ന രുക്മിണിയെ കുറിച്ച് മേഡം ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു എന്നെ വിളിക്കാൻ. ഞാൻ അന്വേഷിച്ചിരുന്നു. പ്രതാപൻ ചിരിച്ചോണ്ട് പറയാ, മേഡം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രുക്മിണി ഒരു പാവ സ്ത്രീയാണെന്ന് മേഡം പറഞ്ഞല്ലോ. എന്നാ കേട്ടോളൂ, രുക്മിണി ഒരു പാവ സ്ത്രീ അല്ല. അവര് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരിയാ. പരിശോധിച്ചാൽ അതൊക്കെ പോലീസ് രേഖകളിൽ കാണും. ഓപ്പറേഷൻ കുബേര കാലത്ത് ജയിലിൽ കിടന്ന ആളാണ് രുക്മിണിയുടെ ഹസ്ബൻഡ്. അപ്പോൾ സാർ, അവർ തന്ന പരാതിയിൽ വാസ്തവമില്ലേ? ഒരു വാസ്തവം ഇല്ല മേഡം. എൻ്റെ മരുമകന്റെ കുടുംബം ഈ രുക്മിണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരാ. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ഒരു വീട്ടിലെത്തിയപ്പോൾ വാടകക്കാരോട് ചോദിക്കാതെ അവരുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തിട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നുണ്ടായ സംഭവങ്ങളെല്ലാം പ്രതാപൻ പറയുവാണ്. ഹരീഷ് പറഞ്ഞത്, ഞങ്ങളുടെ വീടങ്ങ് വിറ്റു. ഗുണ്ട ഭാസ്കരൻ രാജുവിനെ കുത്താൻ പോയതും ഉള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞാൻ ഭാസ്കരനോട് തീരാധാരം വാങ്ങി എൻ്റെ മരുമകന്റെ അമ്മയുടെ പേരിൽ എഴുതിച്ചു. ഇതാണ് സത്യം. അപ്പൊ ശാലിനി പറയാം, സാറും മരുമകനും കൂടി ഭീഷണിപ്പെടുത്തി വീടും പറമ്പും വാങ്ങിച്ചു എന്നാണ് പരാതി. രജിസ്ട്രേഷൻ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് പണവും വാങ്ങിയിട്ട് കളക്ടർ അടുത്ത് വന്ന് പരാതി തന്നിരിക്കുന്നു. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും മേഡം എന്നെ വിളിക്കരുതായിരുന്നു. സാറിനിതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ഈ ജില്ലയുടെ ഭരണാധികാരി എന്ന നിലയിൽ എനിക്കിത് ചെറിയ കാര്യമല്ല. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഒരു സാധാരണ സ്ത്രീയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും കൈകടത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന നടപടിയുണ്ടല്ലോ, അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് കളക്ടർ എന്ന നിലയിൽ എനിക്കിതിന് നടപടിയെടുത്തേ പറ്റൂ. ഞാനിതിന് ശക്തമായ നടപടിയെടുക്കും. പ്രതാപൻ പറയുക, അന്വേഷിച്ച് ന്യായമെന്ന് തോന്നിയാൽ എന്ത് നടപടിയെടുത്താലും ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും. പക്ഷെ ന്യായമായിരിക്കണമെന്ന് മാത്രം. 6 തവണ MLA-യും അതിലുപരി മന്ത്രിയായിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിച്ച ചരിത്രമേ ഈ പ്രതാപവർമ്മയ്ക്കുള്ളൂ. ഒരാളെ ഉപദ്രവിച്ച ഒരു ചരിത്രം എൻ്റെ ജീവിത നിഘണ്ടുവിലില്ല. മേഡത്തിന് പരിശോധിക്കാം എൻ്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും. എന്നിട്ട് നടപടിയെടുത്തോളൂ. പക്ഷേ എടുക്കുന്ന നടപടി അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുതെന്ന് മാത്രം. അത്രയും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു എന്നും പറഞ്ഞ് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. പ്രതാപൻ പോയതിനു ശേഷം ശാലിനി പറയാം, ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അഹങ്കാരമാണ്. അതുകൊണ്ട് നടപടി എടുത്തേ പറ്റൂ. പത്മാവതിയാണെങ്കിൽ ഈ സമയം ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക. മോള് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, അദ്ദേഹം സംസാരിക്കുന്ന എന്നോടല്ലല്ലോ, സിസ്റ്റർ പവിത്രയോടല്ലേ. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? പത്മാവതിയാണെന്നറിയാതെ സിസ്റ്റർ പവിത്രയോട് സംസാരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെങ്കിലോ? അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും വന്നു. ഋതിക ചോദിക്കുക, അമ്മ അച്ഛൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തോ? ഇല്ല മോളെ അത് സിസ്റ്റർ പവിത്രയാണെന്നല്ലേ അദ്ദേഹം കരുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുന്നതിൽ തെറ്റില്ലല്ലോ. രാജു പറയാം, അത് ശരിയാണല്ലോ. നിങ്ങൾ എന്തായി പറഞ്ഞ്? ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ അച്ഛൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഋതുവിന് മനസ്സിലായില്ലേ, സിസ്റ്റർ പവിത്രയായിട്ട് അമ്മയാ വന്നതെന്ന് അംബിക ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഋതു പ്രശ്നം ഉണ്ട് രാജു. സിസ്റ്റർ പവിത്രയായിട്ട് അമ്മ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛന് അമ്മയെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അമ്മയുടെ ശബ്ദം പോലും അച്ഛൻ ശരിക്കും കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛൻ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മയുടെ ശബ്ദം തിരിച്ചറിഞ്ഞാലോ? പിന്നെ എല്ലാം വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കും. അച്ഛൻ രാജുവിനെ എന്നെയും പിടിച്ച് പുറത്താക്കും. പിന്നെ എൻ്റെ പ്ലാനൊട്ട് നടക്കത്തുമില്ല. അയ്യോ, എന്ത് പ്ലാനാ? എന്ത് പറയണമെന്നറിയാതെ ഋതിയെ നിന്ന് വിറയ്ക്കുക. ദൈവമേ, ഇവരോടിപ്പോൾ ഞാൻ എന്തു പറയും? എന്താ ഋതു, ഞങ്ങളറിയാത്ത എന്ത് പ്ലാനാ ഋതുവിനുള്ളത്? ഋതിക കിടന്ന് ഉരുണ്ട് കളിക്കുക. അച്ഛനും അമ്മയും തമ്മിലെ പിണക്കം തിരണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. പത്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഋതിക പ്രതാപൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത്, ഇനി അച്ഛൻ അമ്മയെ വിളിക്കില്ല, ബ്ലോക്ക് ചെയ്തതാണെന്ന് അച്ഛൻ മനസ്സിലാക്കിക്കോളും. അങ്ങനെ സിസ്റ്റർ പവിത്രയുടെ അധ്യായം ഇവിടെ അവസാനിക്കും. അമ്മയ്ക്കും എനിക്ക് ടെൻഷനില്ല, രാജുവിനും ഇനി ടെൻഷനില്ല. ഋതു, അമ്മ പാവം, അച്ഛൻ്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാമായിരുന്നു, എന്നിട്ട് ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ അച്ഛൻ സംസാരിക്കുന്ന സിസ്റ്റർ പവിത്രയോടാ, അല്ലാതെ എൻ്റെ അമ്മ പത്മാവതിയോടല്ല. അച്ഛനും അമ്മയ്ക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ സംസാരിച്ചോട്ടെ. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കണ്ടേ ഋതു? അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനെയും പത്മാവതിയെയും ഒന്നിപ്പിക്കാൻ രാജുവും ഋതിയെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ സിസ്റ്റർ പവിത്ര പത്മയാണെന്നറിയാതെയുള്ള നെട്ടോട്ടത്തിലുമാണ്. സിസ്റ്റർ പവിത്രയുടെ ഡയറി വായിച്ചതിൽ നിന്ന് സിസ്റ്റർ പവിത്രയെ കാണാനും അവരോട് സംസാരിക്കാനും പ്രതാപൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിളി പോലെ കേൾക്കുന്നുണ്ട്.
പ്രതാപൻ്റെ മനസ്സിലെ ആ ഉൾവിളി ഒരു പക്ഷേ എല്ലാം നല്ലതിനായിരിക്കും. അതിനിടയിൽ ശാലിനി രുക്മിണി ആരാണെന്നും രുക്മിണി തന്ന പരാതിയിൽ കഴമ്പില്ലെന്നും മനസ്സിലാക്കി പ്രതാപവർമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമായിരിക്കും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.